കൂൺ കർഷകർക്ക് വേണ്ടി കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേനയും RKVY അഥവാ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരവും നടപ്പിലാക്കുന്ന വലിയൊരു പ്രൊജക്റ്റാണ് കൂൺ ഗ്രാമം പദ്ധതി. കേരളത്തിൽ 100ഓളം കൂൺ ഗ്രാമങ്ങൾ ഇതുവഴി കൃഷി വകുപ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഘട്ടം ഘട്ടമായി ഓരോ ജില്ലയിലും നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതിയുടെ ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ എന്താണ് കൂൺ ഗ്രാമം പദ്ധതി എന്നും അതിലൂടെ ഞങ്ങൾക്ക് കൂൺ കൃഷിക്കായി ലഭിച്ച വലിയ സാമ്പത്തിക പിന്തുണ എന്തെന്നുമാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഒരു കൂൺ ഗ്രാമം പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 100 ചെറുകിട അഥവാ 100 സ്മോൾ സ്കെയിൽ മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ്, 2 വൻകിട അഥവാ 2 ലാർജ് സ്കെയിൽ മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ്, 2 മഷ്റൂം പാക്കിംഗ് യൂണിറ്റ്, 3 മഷ്റൂം സംസ്കരണ യൂണിറ്റ്, 10 കമ്പോസ്റ്റ് യൂണിറ്റ്, 1 വിത്തുൽപാദന യൂണിറ്റ് എന്നിവയാണ്. ഈ പ്രൊജക്റ്റിലെ ഏതെങ്കിലും ഒരു സ്കീമിൽ ഭാഗമാകുന്നവർക്ക് മുടക്കുന്ന തുകയുടെ 40% സബ്സിഡിയായി ലഭിക്കുന്നതാണ്. കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കിയ കൂൺ ഗ്രാമം പദ്ധതിയിലൂടെ ലാർജ് മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റിനുള്ള പ്രൊജക്റ്റാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത്. അതിനായി 2 ലക്ഷം രൂപ സബ്സിഡിയായി ലഭിക്കുകയും ചെയ്തു. ഒരു മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റിന് നമ്മൾ മുടക്കുന്നതിൻ്റെ 40% എമൗണ്ട് നമുക്ക് സബ്സിഡിയായി ലഭിക്കും. ഈ സ്കീം പ്രകാരം അനുവദിക്കുന്ന മാക്സിമം എമൗണ്ട് 2 ലക്ഷം രൂപയുമാണ്. ഓരോ യൂണിറ്റിനും അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട് സബ്സിഡി ലഭിക്കുവാൻ എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. ലാർജ് മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റിൽ മിനിമം 300നും 600നും ഇടയിൽ മഷ്റൂം ബെഡുകൾ ഉണ്ടാകണം. ഹൈടെക് മഷ്റൂം പ്രൊജക്റ്റിന്റെ ഫെസിലിറ്റികൾ ഉണ്ടാകണം, അതായത് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം തുടങ്ങിയവ എന്നിങ്ങനെയുള്ള നിബന്ധനകളൊക്കെ ഈ പ്രൊജക്റ്റിൽ ഉണ്ട്. കൃഷിഭവൻ മുഖേനയാണ് നമ്മൾ ഇതിനായി അപേക്ഷ നൽകേണ്ടത്. നല്ല രീതിയിലുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ ഇതിനായി തയ്യാറാക്കേണ്ടതുണ്ട്. അതിൻ്റെ എല്ലാം മാതൃകകൾ അതാത് കൃഷിഭവനുകളിൽ ലഭ്യമാണ്. ഇതിനായി സ്വകാര്യ വ്യക്തികൾക്ക് ക്യാഷ് കൊടുത്ത് പ്രൊജക്റ്റ് തയ്യാറാക്കേണ്ടത് ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ ചെറിയ മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റിന് RKVY പദ്ധതി പ്രകാരം 11,250 രൂപയോളം ലഭിക്കുന്നുണ്ട്. മിനിമം സൗകര്യത്തിൽ 100 മഷ്റൂം ബെഡുകൾ ഉണ്ടാവണം എന്നത് മാത്രമാണ് ഇവിടെ പ്രധാന നിബന്ധന. കൃഷിഭവൻ മുഖേന കൂൺ കർഷകർക്കായി ലഭിക്കുന്ന ഈ ധനസഹായം നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതില്ല. ഈ പദ്ധതി പ്രകാരം നമുക്ക് ലഭിക്കുന്ന സബ്സിഡി എമൗണ്ട് കൃഷിക്കായി തന്നെ വിനിയോഗിച്ചിട്ടില്ലേ എന്ന് അതാത് കൃഷി വകുപ്പുകൾ കൃത്യമായി ഉറപ്പുവരുത്തുന്നതാണ്.